ഹലോ, ഗുഡ് ഈവനിങ്. പതിവില്ലാതെ ഇന്ന് കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റ ക്ഷീണമാണ് കേട്ടോ മുഖത്ത്. അപ്പോൾ ഞാൻ കരുതിയ ഒരു വ്ളോഗ് എടുത്തേക്കാന്ന്, ഈവനിങ് വ്ളോഗ്. ആമി ഇപ്പോഴും നല്ല ഉറക്കമാണ്. അപ്പം ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള പ്ലാനാണ്. സോ വെൽക്കം ടു മൈ ചാനൽ. ഉറങ്ങി എഴുന്നേറ്റായിട്ടാണോ എന്നറിയത്തില്ല കേട്ടോ, ഭയങ്കര കാമായിട്ടൊരു ഫീല് തോന്നുന്നുണ്ട്. സോ ഞാൻ അടുക്കളയിൽ വന്നിട്ട് തലയൊക്കെ കെട്ടി വെച്ചു. അപ്പം ഉള്ളിലിങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരു എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. കാര്യം ചായ ഉണ്ടാക്കണോ കുടിക്കണോ അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ് കേട്ടോ. എൻ്റെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നുണ്ട്, കുറേ പൊഴിയുന്നുണ്ട്. അപ്പം ഇനി എനിക്ക് ഓയിൽ ഉണ്ടാക്കണം. സോ ഞാൻ യൂഷ്വലി റോസ്മേരീൻ്റെ ഓയിലുണ്ടല്ലോ അതാണ് കേട്ടോ. പിന്നെ കരിഞ്ജീരകവും കൂടി ഇട്ടിട്ട് ഓയിൽ കാച്ചിയെടുക്കാറാണ്. പിന്നെ ഇത് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് പുറത്ത് പോയപ്പോഴത്തേന് വാങ്ങിച്ച ഇതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് കുറച്ച് കുടിച്ചു. ആമി കുറേ ഇങ്ങനെ അവളുടെ ടോയ്സ് വാരി വലിച്ചങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ മെല്ലെ എല്ലാം ബാക്ക് ടു മൈ നോർമൽ പൊസിഷൻ അതിൻ്റെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഒച്ച ഉണ്ടാക്കാതെ പതുക്കെയാണ് കേട്ടോ ചെയ്യണത്. കാര്യം എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ തന്നെ ആമി എഴുന്നേക്കും. അപ്പോൾ പിന്നെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഞാൻ എല്ലാം പതിയെയാണ് കേട്ടോ ചെയ്യണത്. ഞാനിങ്ങനെ റോബോട്ട് അനങ്ങുന്ന പോലെ അത്രയും സ്ലോ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവളെ എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റിട്ട് കണ്ണും പൂത്തിരിക്കുന്നുണ്ടോ. ചില ദിവസം നല്ല മൂഡിലായിരിക്കും എഴുന്നേൽക്കുന്നത്, ചില ദിവസം അല്ലാത്ത അയ്യോ ദേഷ്യവും കരച്ചിലും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം പിന്നെ മാനേജ് ചെയ്യാൻ കുറേയും കൂടെ പാടായിരിക്കും. അപ്പം ഇന്ന് താങ്ക് ഗോഡ് നല്ല മൂഡിലാണ് പുള്ളിക്കാരത്തി എഴുന്നേറ്റത്. അപ്പം എഴുന്നേറ്റ പാടെ ഇങ്ങനെ കുറച്ച് നേരം എടുത്തുകൊണ്ടൊക്കെ നടക്കണം, പാമ്പർ ചെയ്യണം, അതൊക്കെ എനിക്കിഷ്ടമാണ്. അവൾക്കും ഭയങ്കര അപ്പോൾ ഒരു ഉറക്കച്ചടവൊക്കെ അങ്ങ് മാറുമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും. ഇവിടെ ആണെങ്കിൽ പഴയ പോലെ പിന്നെയും ഭയങ്കരമായിട്ട് ചൂട് തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ മാക്സിമം അവൾക്ക് ഉടുപ്പൊന്നും ഇട്ട് കൊടുക്കാതെയാണ് കേട്ടോ വീട്ടിനകത്തിരിക്കുന്നത്. പിന്നെ വേറെ ആരും ഇല്ലല്ലോ, ഞാനും അവൾ മാത്രമല്ലേ ഉള്ളൂ. സോ ഉടുപ്പൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല, അപ്പം അത്രയ്ക്ക് ചൂടാണ്. പിന്നെ ആമീൻ്റെ ഒരു പുതിയ ശീലമാണ് കേട്ടോ. ഇപ്പോൾ ഏതോ കാർട്ടൂണിലോ വീഡിയോയിലോ എന്തോ കണ്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും കാണുമ്പം അവളുടെ കൊതി വരുന്ന, വിശക്കുന്ന അങ്ങനെയുള്ള എക്സ്പ്രഷനാണ് കേട്ടോ. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഇത് എവിടെ നിന്നാണ് കണ്ടതെന്ന് പോലും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. നല്ല രസമുണ്ട്. പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്ന നല്ല നേരത്തെ കൊടുക്കും, ഒരു 12 മണി ആ സമയത്ത് ചോറ് കൊടുത്തിട്ടാണ് മിക്കപ്പോഴും ഉറക്കാൻ നോക്കുന്നത്. സോ അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും ഒരു 4-5 മണി, ഇപ്പം എത്ര മണി, 5:30 കണ്ടായി കാണും. അപ്പോഴും പിന്നെ ഞാൻ ചോറ് കൊടുക്കുകയാണ്. ചോറിൽ കുറച്ച് തൈര് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഇച്ചിരി സാമ്പാറിൻ്റെ ചാറും കൂടെ ഒഴിച്ചിട്ടാണ് കൊടുത്തത്. ഫുഡ് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ അവിടെ നടന്ന് വരുമ്പം ഇങ്ങനെ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ അവിടെ നടന്നു വന്ന് കുറേ നേരം അവിടെ ഇരുന്നു. മാക്സിമം ഞാൻ ഫോൺ കൊടുക്കാതെ കഴിപ്പിക്കാനാണ് കേട്ടോ നോക്കണത്. ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് കഴിച്ചോളും. പക്ഷേ മാക്സിമം ഞാൻ കഴിപ്പിക്കാതിരിക്കാൻ, എങ്ങനെ വെച്ചാൽ ഫോൺ കൊടുക്കാതിരിക്കാൻ നോക്കും. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇത് അപ്പുറത്തെ കൊച്ചിൻ്റെ ടോയ് ആണ് കേട്ടോ, ബോളാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടും കുറച്ച് നേരമൊക്കെ കഴിപ്പിച്ചു. അപ്പം മാക്സിമം ഫോൺ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ രാവിലെയൊക്കെ എഴുന്നേറ്റ ഉടനെ ബഹളം വയ്ക്കാതെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോഴൊക്കെ. ബാക്കിയുള്ള സമയത്തൊന്നും കൊടുക്കാറില്ല. പിന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, പുതിയ സാധനങ്ങൾ ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ അടങ്ങിയിരിക്കാറുണ്ടല്ലോ പിള്ളേർ. ഞാൻ അരി ഉഴുന്നല്ല കേട്ടോ, അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ, പച്ചരി. ഇപ്പം അതൊന്ന് അരച്ച് വെച്ചു അപ്പത്തിന് വേണ്ടിയിട്ട്. കൂടെ ഈസ്റ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് അരച്ച് വെച്ചാൽ രാത്രി എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പുളിച്ച് വരും. സോ അതുകൊണ്ട് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഈസ്റ്റും കൂടെ ഒക്കെ ഇട്ട് അരച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ രാത്രിയും എടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഡോർ അങ്ങനെ എപ്പോഴും തുറന്നിടാറില്ല. കാര്യം ആമി എഴുന്നേറ്റ് അപ്പുറത്തൊക്കെ പോയി കളയും, പിന്നെ അവിടെ ഇങ്ങോട്ടൊക്കെ നടക്കും. സോ ഞാൻ എപ്പോഴും നോക്കിയിരിക്കുമെങ്കിൽ മാത്രമേ ഡോർ തുറന്നിടാറുള്ളൂ. പിന്നെ ഇപ്പോൾ അവൾ സ്വന്തമായിട്ട് തന്നെ ഡോർ തുറക്കാൻ പഠിച്ചതുകൊണ്ട് എനിക്കൊരു തലവേദനയായി എക്സ്ട്രാ. സോ അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പിന്നെ ബെഡ്ഷീറ്റും തലേണ ഉറയൊക്കെ കഴുകി വെച്ചത് അതിനെയൊക്കെ ഒന്ന് മടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു വൈകിട്ടായപ്പം.
ആമി കുറച്ചും കൂടി ചെറുതായിരുന്ന സമയത്തെന്ന് വെച്ചാൽ ഒരു 1.5-2 വയസ്സോളം നന്നായിട്ട് നടക്കാനൊക്കെ പഠിച്ച സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ഡോറ് തുറന്ന് വെച്ചേക്കുമായിരുന്നേ. അച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കരുതി അച്ചേട്ടൻ്റെ അടുത്തുണ്ടാവും, അച്ചേട്ടൻ വിചാരിച്ച് എൻ്റെ അടുത്തുണ്ടാവുമെന്ന്. പക്ഷേ ഇവള് വെളിയിലിറങ്ങിയിട്ട് ഇതിപ്പോൾ 6th ഫ്ലോറാണല്ലോ, 7th ഫ്ലോറിൽ പോയിട്ട് ഇരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ അന്വേഷിച്ച് നടന്ന് ഞങ്ങൾ പേടിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ വിളിക്കുന്നുണ്ട്, ആമി ആമി എന്ന് വിളിക്കുമ്പോൾ മമ്മി മമ്മി എന്ന് മേളിൽ നിന്ന് വിളി സൗണ്ട് കേട്ടു. അങ്ങനെ ഒരു വല്ലാത്തൊരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഡോറ് തുറന്നു വിടാനായിട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ബാൽക്കണിയിലുള്ള വ്യൂ ആണ് കേട്ടോ, കുറേ ദൂരം വരെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ആപ്പിളും കുറച്ച് ഡേറ്റ്സും കൂടെ കഴിച്ചു. അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ ബാൽക്കണിയിൽ. പിന്നെ രാത്രിയായപ്പോൾ ഞാൻ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പം അതിൻ്റെ ഉള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തു. യൂഷ്വലി അപ്പത്തിൻ്റെ കൂടെ ഇങ്ങനത്തെ മസാല കറികളാണ് എനിക്കിഷ്ടം. ഈ കടലക്കറി, പിന്നെ ഉരുളൻകിഴങ്ങ്, അതല്ലെങ്കിൽ ഇങ്ങനത്തെ വെജ് കുറുമ, ചിക്കൻ, അങ്ങനെയൊക്കെ ഉള്ളതാണ് നല്ല ടേസ്റ്റ്. എൻ്റെ വീട്ടിലാണെങ്കിൽ പണ്ട് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കറി ഉണ്ടാക്കും. എനിക്കറിയത്തില്ല, പരിപ്പ് കറി മുസ്ലിംസിൻ്റെ ഇടയ്ക്കാണെന്ന് തോന്നുന്നത് അത്രയും ഫേമസ്, അതെനിക്കറിയത്തില്ല. സോ അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അത് പിന്നെ ചമ്മന്തിപ്പൊടി എനിക്ക് അറിഞ്ഞൂടെ, ഇതൊക്കെ ആരെങ്കിലും കഴിക്കുമോ? പിന്നെ സാമ്പാർ അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് കേട്ടോ. ബാക്കിയൊന്നും എനിക്ക് തീരെ പറ്റത്തില്ല. മസാലക്കറി മസ്റ്റായിട്ട് എനിക്ക് വേണം. സോ ഞാൻ മസാലക്കറി ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതും കൂടി ഇട്ടിട്ട് ആദ്യം ഫസ്റ്റ് ഒരു വിസിൽ അടിച്ചെടുത്തതിന് ശേഷം അതിൽ പാൽ, ഇതില്ലേ നമ്മളെ തേങ്ങാപ്പാൽ, അതൊഴിച്ചിട്ടാണ് കേട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത്. You melt the ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. I'm the TNT, but you're the spark to blame. And it's fire burning holes inside my brain. Feel the fire, heat that melts us down again. Now it's pouring through my veins, but I said you're ഞാൻ 3 കുട്ടി അപ്പം ഉണ്ടാക്കി, അതിൻ്റെ കൂടെ കുറുമയും കൂടെ ചേർത്ത് കഴിച്ചു. സൂപ്പർ ടേസ്റ്റായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഇന്ന് നവരാത്രിൻ്റെ ഡേ 1 ആണ്. അപ്പം അപ്പുറത്തെ വീട്ടിൽ പൂജ ആരതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി. You melt the ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you.